ഹലോ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിങ്ക്ഡ് ലിസ്റ്റിനെ പറ്റിയിട്ടാണ്. സോ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലീനിയർ ഡേറ്റ സ്ട്രക്ചറാണ്. ഇവിടെ എലിമെൻസിനെ നോട്ട്സ് എന്നാണ് പറയുക. അതുപോലെ ഓരോ നോട്ട്സിനും രണ്ട് പാർട്ട് ഉണ്ട്. ഒന്ന് ഡേറ്റ വെർ വി സ്റ്റോർ ദി ആക്ച്വൽ വാല്യൂ, അടുത്തത് നെസ്റ്റ് എന്ന് പറയും. നെസ്റ്റ് എന്ന് പറയുന്നത് പോയിന്റർ ആണ് വിച്ച് സ്റ്റോർസ് ദി അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് നോഡ്. ഇനി ലിങ്ക്ഡ് ലിസ്റ്റിൽ നമ്മൾ അറേയുടെ പോലെ ഡേറ്റ എലിമെന്റ്സിനെ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിലല്ല സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അത് കാരണം നമുക്കൊരു ഡേറ്റ ആക്സസ് ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഓരോ നോഡിൽ പോയിട്ട് വേണം അടുത്ത നോഡ് എവിടെ ഇരിക്കണമെന്ന് നോക്കാൻ. ഇനി നമ്മുടെ ഈ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റർ വേരിയബിൾ വെച്ചിട്ടാണ്. സോ ഈ ഹെഡിനകത്ത് എന്തായിരിക്കും? അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് നോഡ്. ഓക്കെ, അതിനകത്ത് ഒരു ഡേറ്റ ഫീൽഡ് ഉണ്ടാവില്ല. സോ ഒരു പോയിന്റർ ഹെഡ് എപ്പോഴും ഫസ്റ്റ് നോഡിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിലെ ഏറ്റവും ലാസ്റ്റ് നോഡ് പോയിന്റ് ചെയ്തിരിക്കുന്നത് ഒരു നൾ വാല്യൂ ആയിരിക്കും. ഇനി നമുക്ക് 3 ടൈപ്പ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്. ഒന്ന് സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്, ദെൻ ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് ആൻഡ് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ്. സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, ആൻഡ് ദാറ്റ് ഇസ് എ ഫോർവേഡ് ഡയറക്ഷൻ. ഡബ്ലി ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോർവേഡ് ഡയറക്ഷൻ ആൻഡ് ബാക്ക്വേർഡ് ഡയറക്ഷൻ നമുക്ക് ട്രാവേഴ്സ് ചെയ്യാൻ പറ്റും. സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോഡ് എത്തിയ ശേഷം ലാസ്റ്റ് നോഡ് നമുക്ക് ഫസ്റ്റ് നോഡിലേക്ക് പോയിന്റ് ചെയ്യാൻ പറ്റും. അതാണ് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ്. ഇനി നമുക്കൊരു റിയൽ വേൾഡ് എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നമുക്ക് ട്രെയിൻ തന്നെ എടുക്കാം. ഇപ്പോൾ ട്രെയിനിൽ എന്താണ്? ആദ്യം എൻജിൻ ഉണ്ട്, എൻജിൻ വിച്ച് ഇസ് എ ഹെഡ് ഓഫ് ദ ലിങ്ക്ഡ് ലിസ്റ്റ്. അതുപോലെ കോച്ചസ് ഉണ്ട്, നമുക്ക് ഓരോ കോച്ചും അടുത്ത കോച്ചായിട്ട് കണക്റ്റഡ് ആണ്. സോ അതുതന്നെയാണ് ഈ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കോച്ചിൽ നിന്ന് ഇപ്പോൾ ഒരു 5th കോച്ചിലേക്ക് പോകണമെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് നടന്നു തുടങ്ങണം, എന്നാലാണ് നമ്മൾ 5ാമത്തെ കോച്ചിലെത്തുക. പക്ഷേ വേറൊരു നല്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു പുതിയ കോച്ച് എവിടെ വേണമെങ്കിലും ആഡ് ചെയ്യാം. സോ ലിങ്ക് ലിസ്റ്റ് കുറച്ച് ഫ്ലെക്സിബിൾ ആണ്, പക്ഷേ ഡേറ്റ ആക്സസിങ് കുറച്ച് പാടാണ്. സോ ഇനി അഡ്വാൻറ്റേജസ് നോക്കുവാണെങ്കിൽ ഡൈനാമിക് സൈസ് ആണ്. നമുക്ക് ഓരോ നോഡും എപ്പോൾ വേണമെങ്കിലും എടുത്ത് കളയാനും പറ്റും, അതുപോലെ ആഡ് ചെയ്യാനും പറ്റും. ദെൻ എഫിഷ്യൻറ്റ് ഇൻസേർഷൻസ് ആൻഡ് ഡിലീഷൻസ്, ദെൻ മെമ്മറി ഈസ് അലോക്കേറ്റഡ് അറ്റ് ദ റൺ ടൈം. ഇനി ലിമിറ്റേഷൻസ് നോക്കുവാണെങ്കിൽ നോ ഡയറക്റ്റ് ആക്സസ്. നമുക്കൊരു ഡേറ്റിനെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഓരോ നോഡും ട്രാവേഴ്സ് ചെയ്യണം. ദെൻ എക്സ്ട്രാ മെമ്മറി നീഡഡ് ഫോർ പോയിന്റേഴ്സ് സ്റ്റോർ ചെയ്യാൻ നമുക്ക് എക്സ്ട്രാ മെമ്മറി വേണം. സോ ഓൾവേസ് റിമെമ്പർ, നമ്മൾ അറേ ഡേറ്റ സ്ട്രക്ചറുടെ പോലെ ഡേറ്റ എലിമെൻസിനെ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിലല്ല സ്റ്റോർ ചെയ്തിരിക്കുന്നത്, വേറെ വേറെ സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ എലിമെൻസിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും ആഡ് ചെയ്യാനും എളുപ്പത്തിൽ പറ്റും. ഓക്കെ, ദെൻ ഈച്ച് നോഡ് ഹാസ് ഡേറ്റ് ആൻഡ് പോയിന്റർ. ഓരോ നോഡിനും ഡേറ്റ ഉണ്ട് വിച്ച് ഇസ് ആക്ച്വൽ വാല്യൂ, പിന്നെ പോയിന്റർ ടു ദ നെക്സ്റ്റ് നോഡ്. ദെൻ ദ ലിസ്റ്റ് സ്റ്റാർട്ട്സ് ഫ്രം എ സ്പെഷ്യൽ ഹെഡ് പോയിന്റർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആദ്യം ഒരു ഹെഡ് പോയിന്റർ വേരിയബിൾ ഉണ്ടായിരിക്കും വിച്ച് പോയിന്റ്സ് ടു ദ ഫസ്റ്റ് നോഡ്. ദെൻ സീക്വൻസ് എൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു നൾ വാല്യൂ കൂടെ ഉണ്ടാവും.